കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാർ അറിയുന്നതിന് അങ്ങനെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സാധാരണക്കാരുടെ നമ്മളെപ്പോലുള്ളവരുടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഞാൻ കറക്റ്റ് വ്യക്തമായിട്ട് ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെയുള്ള സാധാരണക്കാരുടെ മറ്റൊരു ജോലിക്കും പോകാൻ പറ്റാതെ ഓട്ടോറിക്ഷ മാത്രം ജീവിത മാർഗമായി കൊണ്ടുപോകുന്ന ചില കുടുംബങ്ങളുടെ കാര്യമാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇതൊരു സൈഡായിട്ട് പിള്ളേർക്ക് സ്നാക്സ് വാങ്ങിക്കാനോ പിന്നെ രാവിലെ മറ്റൊരു ജോലിക്ക് പോയിട്ട് ഒരു നേരം പോക്കിനായിട്ട് പുറത്തോട്ട് ഓട്ടയും കൊണ്ട് പോകുന്ന ആളുടെ കാര്യമല്ല സാർ ഞാൻ പറഞ്ഞത് അതിൽ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കുറച്ചധികം കമൻറ്റ് വന്നിട്ടുണ്ട്. കൂടുതലും പേരും പറയുന്നത് അത് നിങ്ങളും ഒരു സ്ത്രീ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തന്നെയാണ്, ഞാനൊരു സ്ത്രീ തന്നെയാണ്, അല്ലാന്നല്ല, ഞാനും ഒരു സ്ത്രീ തന്നെയാണ്. ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എല്ലാവരും ഈ പറഞ്ഞ കണക്ക് നല്ലവരാവണമെന്നില്ല. ഇപ്പൊ ഒരാൾ തെറ്റ് ചെയ്ത ആ കണ്ണിലൂടെ മറ്റുള്ളവരെ കാണുന്നതും തെറ്റാണ്. എല്ലാവരും അങ്ങനെയുള്ളവരാവണമെന്നില്ല. മനസ്സിലായില്ലേ? ഉപജീവനത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്നവരുണ്ട്, മറ്റൊരു ജോലിക്കും പോവാൻ പറ്റാത്തവര്, വൈകല്യമുള്ളവര്, എന്തെങ്കിലും രോഗമുള്ളവര്, അങ്ങനെയുള്ളവര് ഈ ഓട്ടോറിക്ഷ ഈ ജീവിതത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. അവർക്കാണ് ഈ പ്രിയദർശിനി ബസ് ഒരു ചോദ്യചിഹ്നമായിരുന്നു. ഒരു നാണയത്തിന്റെ രണ്ട് വശം എന്ന പോലെ ഒരാൾക്ക് ഒരു വശം സന്തോഷവും ഇതൊക്കെ ആയിരിക്കും, അവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. പക്ഷെ മറ്റൊരു വശം നോക്കിക്കഴിഞ്ഞാൽ അതുമൂലം വിഷമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങൾ ആരും വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീ അല്ലേ അങ്ങനെ ഒരു ചോദ്യത്തിന് ഇവിടെ ഒരു പ്രസക്തി ഇല്ല. സൈഡായിട്ട് ഓട്ടോറിക്ഷ കൊണ്ട് നടക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയാം. അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. കാരണം രാവിലെ ഇപ്പം സ്കൂളിൽ ഓട്ടോ ഒക്കെ ഉള്ളവരുണ്ട്, ഒത്തിരി പേരുണ്ട്, എനിക്കറിയാവുന്നവരുണ്ട്. രാവിലെയും വൈകിട്ട് സ്കൂൾ ഓട്ടോ എടുത്തിട്ട് അതിൻ്റെ നടുക്കുള്ള കുറച്ച് ഭാഗം, സ്കൂൾ ഓട്ടം കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗം വണ്ടി ഓടുന്നവരുണ്ട്, ഓട്ടോറിക്ഷ ഓടുന്നവരുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം വെറുതെ ടൈം പാസ് ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. സർക്കാർ ജോലി ചെയ്യുന്നവരുണ്ട്, പിള്ളേർക്ക് സ്നാക്സ് വാങ്ങിക്കാൻ മാത്രമായിട്ട് ഓട്ടോറിക്ഷയും കൊണ്ട് നടക്കുന്നവരുണ്ട്. അതൊരു ടൈം പാസ്. ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് പിള്ളേരുകൾ ഇത് ഒരു പ്രായം കഴിഞ്ഞിട്ട് ഒരു +2 ഒക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഓട്ടയും കൊണ്ട് നടക്കുന്നവരുണ്ട്. അവർ മറ്റൊരു ജോലിക്ക് ശ്രമിക്കാത്തത് കൊണ്ടും മറ്റൊരു ജോലിക്കും പോകാൻ പറ്റാത്തത് കൊണ്ടാണോ? അല്ല, അവർ ഇതിൽ പോയി ഓട്ടോറിക്ഷ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തോ നല്ല വരുമാനം കിട്ടും. എൻ്റെ അടുത്ത് ഇന്നലെ ഒരാൾ പറഞ്ഞതാണ്, ഇനിയിപ്പം ജോലിയൊന്നുമില്ല, അപ്പം ഇനി ഓട്ടോറിക്ഷ എന്തെങ്കിലും. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ദൈവത്തെ ഓർത്ത് ഓട്ടോറിക്ഷയെന്ന് കാര്യം പറയലും. എല്ലാവരും പറയും നല്ല വരുമാനമെന്ന്, പക്ഷെ ഒന്നുമില്ല. അവർക്ക് അരി വാങ്ങിക്കാനുള്ള കിട്ടും, അത്രയേ ഉള്ളൂ. കടവും ബാധ്യതയൊക്കെ ഉള്ളവരാണ്. മനസ്സിലായില്ലേ? അതൊന്നും നിറവേറ്റാൻ പറ്റത്തില്ല ഈ ഓട്ടോ